തോട്ടുമുക്കം നടന്ന ഫാൻസ് വേൾഡ് കപ്പ് ആവേശമായി. തോട്ടുമുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരം നടന്നത്. മത്സരത്തിൽ അർജന്റീന ജേതാക്കളായി. തോട്ടുമുക്കത്ത് നടന്ന ഫാൻസ് വേൾഡ് കപ്പിലാണ് ബ്രസീലിനും അർജന്റീനയ്ക്കും പോർച്ചുഗലിനുമൊപ്പം ഇന്ത്യൻ ടീമും ഇറങ്ങിയത്. തോട്ടുമുക്കം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും നാട്ടിലെ ഫുട്ബോൾ പ്രേമികളും സംയുക്തമായി നടത്തിയ ഈ ഫാൻസ് ടൂർണമെൻറ്റ് വേറിട്ട കാഴ്ചയായി മാറുകയായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും നെയ്മറിൻ്റെ ബ്രസീലും മെസ്സിയുടെ അർജന്റീനയുടെയുമൊക്കെ ജേഴ്സി അണിഞ്ഞ് നാട്ടിലെ പിള്ളേർ ഗ്രൗണ്ടിലിറങ്ങുകയായിരുന്നു. 4 ടീമുകളാണ് മാറ്റുരച്ചത്. ഇന്ത്യൻ ടീമിൻ്റെ കളിയായിരുന്നു ഏവരെയും ആകർഷിച്ചത്. വമ്പന്മാരെ വിറപ്പിക്കുന്ന പ്രകടനവുമായി ഇന്ത്യയുടെ കുട്ടികൾ കളം ഭരിച്ചപ്പോൾ ലോകകപ്പിലെ വമ്പൻ ടീമുകളുടെ പ്രശസ്തിയും തോറ്റുപോയി. തോട്ടുമുക്കം സ്കൂൾ ടീമാണ് ഇന്ത്യൻ ജേഴ്സിയിൽ പന്തു തട്ടിയത്. ഇവിടെ സ്കൂളിലുള്ള മിക്ക സ്റ്റുഡൻസും ഫിഫ വേൾഡ് കപ്പ് എത്തുമ്പോഴും മറ്റുള്ള ഏത് ഫുട്ബോൾ ടൂർണമെന്റ് ആണെങ്കിലും വളരെ ആവേശോർജമായിട്ടാണ് ഇവിടെയുള്ള ഓരോ കുട്ടികളും പങ്കെടുക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ സെന്റ് തോമസ് തോട്ടുമുക്കം സ്കൂൾ ഇവിടെ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഫിഫ വേൾഡ് കപ്പിനെ വരവേൽക്കാനായിട്ടാണ്. ഞങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ബ്രസീലാണ്, ഒരു ബ്രസീലുണ്ട്, അർജന്റീന ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്, അങ്ങനെ കൊത്തിയ ടീമുകളുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ ഓരോ കുട്ടികളും ഇവിടെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഒരു ഹോപ്പ് ഉണ്ട് ഞങ്ങൾക്ക്, എന്തെങ്കിലും ഒരു കാലത്ത് ഇന്ത്യ നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടി ഇന്ത്യ പ്ലേ ചെയ്യുന്ന ഒരു ഹോപ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇതിന്റെ കൂടെ അത്ര ആവേശത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. ടൂർണമെന്റിന്റെ ആവേശകരമായ സെമി ഫൈനലിൽ ഇന്ത്യൻ ടീമിനെ തോൽപ്പിച്ച് അർജന്റീനയും ബ്രസീലിനെ തോൽപ്പിച്ച് പോർച്ചുഗലും ഫൈനലിലെത്തി. കലാശ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ കീഴടക്കി അർജന്റീന കിരീടം ചൂടുകയും ചെയ്തു. മോഹൻ ബഗാൻ താരം ഉമർ മുഖ്താറാണ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വിജയികൾക്കുള്ള ട്രോഫികൾ വാർഡ് മെമ്പർമാരായ സന്തോഷ് സെബാസ്റ്റ്യൻ, പി കെ സുഹാസ്, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസി മാനുവൽ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആൻഡപ്പൻ ചെറിയാൻ എന്നിവർ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.